ഋതിക, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഡിവോഴ്സിന്റെ ആവശ്യമെന്ന്? എനിക്കതിന് വലിയ പ്രയാസമുണ്ട് ആശേ. പക്ഷേ എനിക്കിപ്പോ ഈ ഡിവോഴ്സ് കൂടിയേ തീരൂ. മാരേജ് കഴിഞ്ഞിട്ട് മാസങ്ങളിലേ ആയിട്ടുള്ളൂ. പ്രണയ വിവാഹമായിരുന്നു, അതും ഋതിക മുൻകൈ എടുത്ത് നടത്തിയ വിവാഹം. എന്നിട്ടും ഋതിക ഡിവോഴ്സിന് ശ്രമിക്കുന്നു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള കാതലായ പ്രോബ്ലം? പ്രോബ്ലംസ് പലതും ഉണ്ടാശേ. എനിക്ക് രാജുവായി പൊരുത്തപ്പെട്ടു പോവാൻ ഒരിക്കലും സാധിക്കില്ല. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ നിന്നെടുത്ത തീരുമാനമാണോ? അതാണ് എനിക്കറിയേണ്ടത്. അല്ല ആശേ, ഒരിക്കലല്ല. രാജുവിന്റെ ക്യാരക്ടർ എന്താ, വളരെ മോശമാണോ? അതോ ഋതികയോടുള്ള പെരുമാറ്റം ഋതികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? രാജുവിന് മദ്യപാനശീലം വല്ലതും? അതോ ഇമ്മോറലായ വല്ല ഏർപ്പാടുകളും? ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയ ആളാ രാജു. അതുകൊണ്ട് അയാളെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. പക്ഷേ കോടതിയിലെല്ലാം പറയേണ്ടി വരും, അല്ലാതെ ഡിവോഴ്സ് ഒന്നും കിട്ടില്ല. എനിക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആശേ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് ആശ. ആ ഡിവോഴ്സ് പെറ്റീഷന്റെ പേപ്പർ ഇതാ. വിവാഹമോചനത്തിന് സൈൻ ചെയ്തിട്ട് കരയുന്ന എന്തിനാ? വികാരം കൊണ്ട് എടുക്കേണ്ട തീരുമാനമല്ല ഋതിക ഇത്, മനസ്സിലായോ? വിവേകത്തോടെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. ഞാൻ വളരെ വിവേകത്തോടെ എടുത്ത് തീരുമാനമായത്. ഒത്തിരി ഞാൻ ആലോചിച്ചു. പെട്ടെന്നുള്ള ദേഷ്യത്തില് ആഴമുള്ള കിണറ്റിലേക്ക് ചാടുന്നതിന് തുല്യമാണിത്. ചാടിക്കഴിഞ്ഞ കയറാൻ വലിയ പ്രയാസമായിരിക്കും. ഒരുമിച്ചുള്ള ഒരു തീരുമാനമാണെങ്കിൽ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരിക്കും. അങ്ങനാണെങ്കിൽ രാജുവിനെ കൊണ്ട് ഇതിൽ സൈൻ ചെയ്യിക്കേണ്ടി വരും. എന്തു പറയുന്നു? ഇല്ല, അതൊന്നും നടക്കില്ല. അതൊന്നും വേണ്ട ആശേ.